ചിലർ പറയാറുണ്ട് ഹിന്ദുസ്ഥാനി കുറച്ചുകൂടി ഹൃദയം കൊണ്ട് പാടുന്നത് ഹിന്ദുസ്ഥാനിയാണ്, ഇമോഷൻസ് ഹിന്ദുസ്ഥാനിയിലാണെന്ന് പറയാറുണ്ട്. അതിൽ കാരണം എന്താ പറഞ്ഞാൽ അവിടെയും കുറേ കൂടി ഒഴുക്ക് ഉണ്ട്. അവിടെ നമുക്കിവിടെ കുറച്ചും കൂടി മാത്തമാറ്റിക്കലാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ കുറേ സെറബ്രലാണ് ഇവിടുത്തെ. പക്ഷേ നല്ല ഉദാഹരണത്തിന് GN ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ പാട്ടുകാരുടെയൊക്കെ പാട്ട് കേട്ടാൽ നമുക്ക് ഈ മെക്കാനിക്കൽ മാത്തമാറ്റിക്കലൊന്നും തോന്നില്ല. അത് ഓരോ ശൈലി. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഹാസ് ബിക്കം വെരി കമേഴ്ഷ്യലൈസ്ഡ് ഞാൻ പറയാം. തുടക്കം തന്നെ കടന്ന് പറഞ്ഞ ബഹളമാണ്. മുമ്പങ്ങനെയുള്ള ആദ്യം നല്ല രാഗവിസ്താരവും ആലാപനങ്ങളൊക്കെ ഒരു അരമണിക്കൂറൊക്കെ പാടിയിട്ടാണ് പാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ യുവർ ക്വസ്റ്റ്യൻ ഈസ് ദ ആൻസർ ടു യു ഈസ് ദിസ്. രണ്ട് സിസ്റ്റത്തിലും ഇമോഷന് സ്ഥലമുണ്ട്. പക്ഷേ അതെങ്ങനെ എത്രത്തോളം ഓരോ ഗ്രൂപ്പിനും ഇഷ്ടപ്പെടുന്നു എന്നുള്ള പ്രശ്നം. നോർത്ത് ഇന്ത്യൻ മ്യൂസിക് കുറേ കൂടി സ്മൂത്തറായതുകൊണ്ട് നമുക്ക് കുറേ കൂടി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കങ്ങനെ ഐ പ്രിഫർ നോർത്ത് ഇന്ത്യൻ ക്ലാസിക് ടു സൗത്ത് ഇന്ത്യൻ ക്ലാസിക്. What excites you the most? I mean, you have seen everything like exciting, and like what keeps you going? Like, what keeps me going? To sing India. എല്ലാവരും കൂടെ ഒപ്പം പാടിക്കുക. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ ഓൾ ടുഗെദർ. ഒരാളെ കൊണ്ട് പാടിപ്പിക്കുന്നത് ഈസിയാണ് സാർ. ഇത്ര ആളുകൾ കൊണ്ട് ഒരുപോലെ പാടിപ്പിക്കുക. അതേസമയം അവർ 4 ഡിഫറെൻറ്റ് ട്യൂൺസ് ഒരേ സമയത്ത് പാടുക. സോ ദാറ്റ് കീപ്സ് മീ ഗോയിങ്. അതർ ദാൻ ദാറ്റ് പിന്നെ വി ഹാവ് ഡ്രീംസ്, ഡ്രീംസ് ഓഫ് കമ്പോസിങ് എ സിംഫണി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ദാറ്റ് കോൾസ് ഫോർ നമുക്ക് അതിന് തന്നെ ഒരു വർഷം മാറി ജീവിക്കണം. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, വേറെ ഡിമാൻഡ്സ് ഒന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നാലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ സിംഫണി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു തബലക്കാരനെ ഇവിടെ പിടിച്ചിട്ട് അവിടെ ഒരു മൃദംഗസിനെ പിടിച്ചിട്ട് സിംഫണി എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അതൊന്നും സിംഫണിയൊന്നും അല്ല. സിംഫണി ഈസ് എ വെരി സ്പെസിഫിക് കോൺസെപ്റ്റാണ് യൂറോപ്യൻ മ്യൂസിക്കിൽ. അതിനനുസരിച്ചുള്ള നിയമങ്ങളനുസരിച്ചൊക്കെ അത് ഉണ്ടാക്കണം. പുതിയ കാലത്തിലെ ഈ പാട്ടുകളുണ്ട്, അത് ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ട് പുതിയ കാലത്ത്. അതേസമയം പഴയ പാട്ടുകൾ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ ഇന്നത്തെ കാലത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞ പുതിയ തലമുറ ആൾക്കാർ പറയുന്നുണ്ട്. അതെന്താണ്? ഒരു നിലവാരത്തെ കുറിച്ചാണോ? അല്ല, ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പ് മ്യൂസിക് വരുന്നു. ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് ഞങ്ങളും ചെറുപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ വഴിക്ക് പോയി. അപ്പം ഞാൻ പറയുന്നത് ഈ പോപ്പുലർ മ്യൂസിക് എന്ന് പറയുന്നത് ഈസ് എപ്പോഴും യൂത്ത്ഫുൾ മ്യൂസിക്കാണ്. അത് നമ്മളിപ്പോൾ 40കളിലോ നോർത്ത് ഇന്ത്യയിലൊക്കെ 40കളിൽ മ്യൂസിക് കണ്ടായിരുന്നപ്പോഴും അന്നും അവരതിനെ യൂത്ത്ഫുൾ മ്യൂസിക് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഓരോ 10 കൊല്ലം കഴിയുമ്പോഴും ഈ യൂത്ത്ഫുൾനെസ്സിന് കുഴപ്പമില്ല. അന്ന് എന്നും യൂത്ത്ഫുള്ളാണ്. എന്താണ് പറയുക മലയാളത്തിൽ എന്തെന്ന് പറയും? ചെറുപ്പമാണ്. ഈ എന്താ പറയുക, ഈ പോപ്പുലർ മ്യൂസിക്കിന് എപ്പോഴും ചെറുപ്പമാണ്. അതൊരിക്കലും കിളവനാകുന്നില്ല. യൗവന കാലഘട്ടമാണ് എപ്പോഴും. പക്ഷേ അത് ആസ്വദിക്കണം. ഇപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ അമ്മാവൻ മുഹമ്മദ് റഫിയെ കേട്ടു. എൻ്റെ അമ്മാവൻ ഈ സൈക്കിളിൻ്റെ വലിയ ആരാധകനായിരുന്നു. സോജാ എന്നൊക്കെ പേരുന്ന പാട്ടുകൾ ലയിച്ചു പോകുന്ന ആളായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ നസാരേ അപ്നി അപ്പോൾ എൻ്റെ അമ്മാവൻ പറഞ്ഞു, ഇവൻ വാ പൊളിയാണ്, പിന്നെ പെട്ടെന്ന് വന്നിടാന്ന്. അത് റഫിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആളുകളുടെ ടേസ്റ്റ് ഓരോ ടൈപ്പാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കാലത്തെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചും കൂടി അറിവുണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് ഡു എ ബെറ്റർ ജോബ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര ടാലൻറ്റഡ് ചിൽഡ്രനാണ് നമുക്കുള്ളത്. എന്നും കുന്നും നമ്മളൊക്കെ ടാലൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സിൻ്റെ ഹെൽപ്പും ഉണ്ട്. ടാലൻറ്റിന് എന്താ പറയുക, ദി ഓപ്പർച്യൂണിറ്റീസ് ആർ സോ മെനി, അത്രയും സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ പെരുപ്പം മ്യൂസിക്കിൽ ഒരുപാട് പെരുപ്പം ഉണ്ട്.